എല്ലാവർക്കും ടെക്നിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനിന്ന് വളരെ എനർജി ആയിട്ട് വന്നിരിക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല, നമ്മുടെ യൂട്യൂബിന്റെ മിനി സീരീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ കണ്ടന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും അതിന്റെ ആദ്യത്തെ കണ്ടന്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനുമാണ് വന്നിട്ടുള്ളത്. അതിനു മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയട്ടെ. വേറൊന്നും കൊണ്ടുമല്ല, ഇത്ര നാളുകൊണ്ട് ഇട്ട കുറച്ച് ട്രയൽ വീഡിയോസിൽ നിന്നും നിങ്ങൾ കുറേയധികം കമന്റുകൾ, സജഷൻസ്, വളരെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് നിങ്ങൾ എനിക്ക് തന്നു. അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി. കുറച്ച് ക്യാമറ ടെക്നിക്സ്, അതേപോലെ തന്നെ കുറച്ച് കണ്ടന്റുകളുടെ കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയണം എന്നുള്ള ഒരു കമന്റുകൾ കിട്ടി. അങ്ങനെ കുറേയേറെ കമന്റുകൾ കിട്ടി. അതിൽ 1-2 കമന്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കണ്ടന്റുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ കണ്ടന്റുകളോട് കിടക്കാം. അതിനുശേഷം ഈ വെബ് സീരീസിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ഫസ്റ്റ് യൂട്യൂബ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് തന്നെ ദ അൺസ്ട്രക്ചേർഡ് പ്ലാറ്റ്ഫോം എന്നാണ്. ദ അൺസ്ട്രക്ചേർഡ് പ്ലാറ്റ്ഫോം മീൻസ് നമുക്കിപ്പോൾ ഏത് വീഡിയോ നോക്കിയാലും ഗൂഗിളിൽ എവിടെ തപ്പിയാലും നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പം ഈ ഡീറ്റെയിൽസിൽ നമ്മൾ ഏതെടുക്കണം, ഒരാൾക്ക് എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലും എന്ത് ചെയ്യണം എന്നറിയാൻ മേലാതെ നിൽക്കുന്ന ഒരുപാട് അനവധി പേരുണ്ട്. അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്സും ടാക്ടിക്സും അങ്ങനെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് നമ്മുടെ ഒരു ജോബ് എൻവയോൺമെന്റ് പോകുന്നത് തന്നെ. അപ്പം ആ ഒരു കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും അതിനെ എങ്ങനെ അഡാപ്റ്റീവായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ഡിസ്കഷനാണ് ഈ ഒരു ദ അൺസ്ട്രക്ചേർഡ് പ്ലാറ്റ്ഫോം എന്നുള്ള സെഷൻ യൂട്യൂബ് മിനി സീരീസിന്റെ ഫസ്റ്റ് തന്നെ. അതിലെ സെക്കൻഡ് സീരീസിൽ ദ റിയൽ സെൻസ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നുള്ള വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ബേസ് കണ്ടന്റുകളും നിങ്ങൾ ചോദിച്ച പോലെ തന്നെ എല്ലാവരും പറഞ്ഞു വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള കുറെ സെക്ഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെക്ഷനും, അതേപോലെ തന്നെ സയൻസ് വളരെ എഞ്ചിനീയറിംഗിന്റെ സയൻസ് ഫാക്ട്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് 2 സെഷൻ, തിയറി ക്രം അതേപോലെ സയൻസ് ടെക് എന്നുള്ള ആ ഒരു കാര്യങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ യൂട്യൂബ് മിനി സീരീസിന്റെ ആദ്യത്തെ കണ്ടന്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരു 2 ടേം നിങ്ങൾക്കുമായിട്ട് പരിചയപ്പെടുത്താനാണ്. അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. അതിന്റെ ടേമാണ് ഡിഫൈൻഡ്, ഡിറ്റർമൈൻഡ്. ഈ 2 ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കിയാൽ ഡിഫൈൻഡ് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. കാരണം ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എല്ലാവരും തന്നെ ഡിഫൈൻഡ് ആണ്. ഇന്ന ജോലി എനിക്ക് കിട്ടിയാലേ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇനിയൊരു വീട് എനിക്ക് വേണം, ഇനിയൊരു വാഹനം വേണം, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആണ് ഓൾറെഡി. പക്ഷെ എത്ര പേര് ഡിറ്റർമൈൻഡ് ആണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡിറ്റർമൈൻഡിന്റെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തുടർച്ചയായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കാനുള്ള അശ്രാന്ത പരിശ്രമം, അല്ലെങ്കിൽ ഒരു പിന്തുടർച്ചയോളം പരാജയങ്ങളിൽ വന്നാലും പിന്തുടർന്ന് വിജയത്തെ കൈവരിക്കാനുള്ള ഒരു ശക്തി, അതാണ് ഡിറ്റർമൈൻഡ്. ഈ ഡിറ്റർമൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു റിയൽ സക്സസ് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആ ഒരു ടോപ്പിക്ക് ഞാൻ ഫസ്റ്റ് എടുക്കാൻ കാരണവും ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ടാണ്. ഞാൻ 9 വർഷത്തോളം പല രീതിയിലുള്ള ജോലികൾ ചെയ്തു. ആ പല ജോലികളിൽ നിന്നും ഞാൻ ക്വിറ്റ് ചെയ്തു. കാരണം ക്വിറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു റോങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ചില സമയങ്ങളിൽ തോന്നും, എങ്കിലും ഞാൻ മറ്റുള്ള എഞ്ചിനീയേഴ്സിനേക്കാളും പല ഡിപ്പാർട്ട്മെന്റുകളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ക്വാളിറ്റി അങ്ങനെയുള്ള കുറെ ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഓവറോൾ പ്രോസസ്സുകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനിപ്പോ ഒരു എന്റെ തന്നെ ഒരു എന്റർപ്രീനിയർ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് എനിക്ക് എന്തായാലും ഈ വക കാര്യങ്ങൾ എനിക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടൈം എടുത്തത്. അപ്പം ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആരാവണം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. പക്ഷെ ഡിറ്റർമൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക. ഇപ്പം ഒരു കരിയർ തുടങ്ങുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേന് എന്താവും, അവർ കിട്ടുന്ന ജോലി കൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും അവിടെ നിൽക്കും. പക്ഷേ അവരൊരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇല്ലേ? അപ്പോൾ അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും എന്റെ ടോപ്പിലുള്ള, അല്ലെങ്കിൽ എന്റെ ടോപ്പിൽ എന്നല്ല പറയുന്ന, അവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സാറുണ്ടായിരുന്നു. അപ്പോൾ ആ സാറ് കരിയർ തുടങ്ങിയത്, അദ്ദേഹം ബിടെക്കിന്റെ എഞ്ചിനീയറിംഗ് റാങ്ക് ഹോൾഡറാണ്.
അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ ജോലി ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ബാർക്കിലെ സയന്റിസ്റ്റ് ആയിട്ടാണ്. അദ്ദേഹത്തിന് ഹോം സിക്നസ് കാരണം അദ്ദേഹം ആ ജോലി വിട്ടിട്ട് തിരികെ വന്നു. സൗദിക്ക് ഒരു ഓപ്പറേറ്റർ ആയിട്ട് പോയി. അദ്ദേഹം ഒരു ഫ്രണ്ടിനെയും കൂടെ കൂട്ടിയാണ് പോയത്. രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോയത്. അപ്പൊ രണ്ടുപേരും വളരെ ചുരുക്കിയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ രണ്ടുപേരും കൂടെയാണ് സൗദിക്ക് പോയത്. അപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിന് തീർച്ചയായിട്ടും ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു ജോലി നേടിയെടുക്കണം, നല്ലൊരു ജോലി, നല്ല എഞ്ചിനീയറിംഗ് പ്രൊഫഷനുള്ള നല്ലൊരു ജോലി നേടിയെടുക്കണമെന്ന് ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിരുന്നു അദ്ദേഹം. അവിടെ പോയ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്ററിന്റെ ജോലിയാണ്. ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു +2 വരെയുള്ള ഇതിൽ ചെയ്യുന്ന ഒരു വളരെ താഴ്ന്ന രീതിയിലുള്ള ഒരു ജോലിയാണ്. അദ്ദേഹം അതുകൊണ്ട് തൃപ്തനായില്ല. മറ്റേ അദ്ദേഹം, അതായത് ഞാൻ പറഞ്ഞ ആ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി എന്നുള്ള ആ ഒരു ഇതിൽ അവിടെ നിന്നുപോയി. പക്ഷെ മറ്റേ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തെ ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കുറച്ച് പൈസ കുറച്ച് ഫാമിലിയെ ഏൽപ്പിച്ചു. ഫാമിലി കുറച്ച് ഡൗൺ ആയിരുന്നു. ഫാമിലിയെ ഏൽപ്പിച്ച് നേരെ ഡിസൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് ഗുജറാത്തിൽ പോയി പഠിച്ചിറങ്ങി എല്ലാം പ്ലേസ് ആയി. ഇപ്പോൾ വളരെ ഇതായിട്ടുള്ള സീനിയർ ഡെസിഗ്നേഷനിൽ ഹെഡ് ലെവലിൽ അദ്ദേഹം ഡിസൈൻ എഞ്ചിനീയറായി. ഇദ്ദേഹം ഇപ്പോഴും ഓപ്പറേറ്ററായിട്ട് നിൽക്കുന്നു. അപ്പം ജോബിന് കിട്ടേണ്ട 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ മണി സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇത് രണ്ടുമില്ലാത്ത ഒരുപാട് പേരെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഡിറ്റർമിനേഷനാണ്. ഇങ്ങനെ ഡിറ്റർമിനേഷന്റെ ഒരുപാട് കഥകൾ നിങ്ങൾക്ക് കാണാം. എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഡിറ്റർമൈൻഡ് ആയിരുന്നു. തോൽവികളിൽ നിന്നും പഠിച്ചു വിജയം കണ്ടെത്തിയ എത്രയോ പേരെ നമുക്കറിയാം. ഐൻസ്റ്റൈൻ ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും എത്രയോ ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിറ്റർമൈൻഡ് ആവുക, ഡിഫൈൻഡ് അല്ല ഡിറ്റർമൈൻഡ് ആവുക. കണ്ടിന്യൂസ് ആയിട്ട് പരാജയം വന്നാലും ശ്രമിക്കുക, എന്നെങ്കിലും നിങ്ങൾക്ക് വിജയം കൈവരും. അപ്പം ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഇതാണ്. ഇത് കൂടുതൽ പറയാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഞാൻ അടുത്ത ഒരു സെക്ഷനിലേക്ക് വേണ്ടി വെക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതായത് അടുത്തതിന്റെ രണ്ടാമത്തെ ഒരു ഇതിനെപ്പറ്റിയാണ് പറയാനുള്ളത്. രണ്ടാമത്തെ വെബ് സീരീസ് ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ റിയൽ സെൻസ് ഓഫ് എഞ്ചിനീയറിംഗ്. ആ റിയൽ സെൻസ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നിങ്ങളുടെ ആ ഒരു ബേസിക് ലെവലായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കലിന്റെ അതും അതേപോലെ തന്നെ സയൻസ് ടെക്കും. അപ്പൊ ഈ ഓരോരോ ആഴ്ചകളിലായിരിക്കും ഇത് പ്ലാൻ ചെയ്യുന്നത്. ഒരാഴ്ച ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഇതാണെന്നുണ്ടെങ്കിൽ, അതായത് അൺസ്ട്രക്ചർഡ് പ്ലാറ്റ്ഫോം എന്നുള്ളതിന്റെ ഒരു എപ്പിസോഡ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കില് ഈ പറഞ്ഞ റിയൽ സെൻസ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഏതെങ്കിലും ഒരു സയൻസ് ടെക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു തിയറിക്കൽ പ്രാക്ടിക്കൽ ആയുള്ള ഒരു ക്ലാസ്സസ് ആയിരിക്കും. അതിൽ ഈ ഒരുപാട് ഇലക്ട്രോണിക്സിന്റെ ഇൻഡെപ്ത് ആയുള്ള കുറച്ച് സർക്യൂട്ടുകൾ, അതേപോലെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, അതിന്റെ വർക്കിങ്ങുകൾ, അതിന്റെ ബിഹേവിയർ, ഒരു സർക്യൂട്ടിൽ എങ്ങനെ ബിഹേവ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബേസിക്. ഒരു റെസിസ്റ്റർ എന്താ, ട്രാൻസിസ്റ്റർ എന്താ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ബോർഡിൽ നിന്നും കിട്ടും. പക്ഷെ ഇതല്ലാതെ കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ബിഹേവിയർ, കുറച്ച് പ്രോബ്ലംസ്, കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെ യൂസ് ആവും അതിനെപ്പറ്റിയാണ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വെബ് സീരീസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നന്നായിട്ട്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാ കമന്റും നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ടോപ്പിക് വേണമെന്നുള്ളത് ഇതിന്റെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള ഒരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റുമായിട്ട് ഞങ്ങൾ ഓരോ സീരീസിലും വരുന്നതായിരിക്കും.